ഗായ്സ് അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാൻ വന്നേക്കാണ്. അപ്പൊ നമ്മുടെ ഈ ബോഡി വെച്ചിട്ട് വേണം നമുക്ക് മൈൻഡ് ചെയ്യാനായിട്ട്. കണ്ടു ഗൈസ്, അപ്പൊ ഇവിടെയാണ് നമുക്ക് മൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ബോഡി വെച്ചിട്ട് നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് മൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ ലേറ്റ്സ് ഗോ. കണ്ടു ഗൈസ്, നമ്മൾ മൈൻഡ് ചെയ്ത് അടിയിലോട്ട് പോണം. ആത്രയുള്ളൂ ലേറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് സെക്കൻഡ് സ്റ്റേജിലോട്ട് എത്തിണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിൻജോന് നീ ഹൾക്കിന്റെ പോലെയല്ലോ. എടാ ഷിൻജാനെ തോറിന് ആക്സ് അല്ല, തോറിന് ഹാമർ ആണ്. എടാ മണ്ട ഷിൻജാനെ ഹാമർ എന്ന് പറഞ്ഞ അറിയില്ലേ? ആ ബെസ്റ്റ്, നിന്നൊക്കെ കൊണ്ടുവന്ന എന്നെ പറഞ്ഞാ മതി. എടാ മണ്ട, ഹാമർ എന്ന് പറഞ്ഞ ചുറ്റിയാണ്. ഇല്ലടാ ഷിൻജാൻ, എനിക്ക് താഴേക്ക് വരാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ ബോഡി കണ്ട ഷിൻജാനെ ഇപ്പൊ ഞാൻ ഭയങ്കര സ്ലിം ആണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലടാ ഷിൻജാനെ. ഷിൻജാൻ പോയത് കൊണ്ടോ? ഷിൻജാൻ ഒട്ട വെട്ടിന് എന്നെ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗൈസ് ആദ്യം തന്നെ ഈ 5 വിന്ന് കളക്ട് ചെയ്യട്ടെ. ഗൈസ് 5 വിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗൈസ് ഇവിടെ വന്നിട്ട് എന്തോ ഓർ മൈൻഡ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഗൈസ് 2 XP വെച്ച് കിട്ടും എനിക്ക് തോന്നുന്നത്. അല്ല ഗൈസ് 2 XP അല്ല, into 1 വെച്ച് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡി കണ്ട ഗൈസ് ഇപ്പൊ നല്ല രീതിക്ക് നമ്മുടെ ബോഡി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം പോയിട്ടുള്ള ഗൈസ് മൈൻഡ് ചെയ്യട്ടെ. അപ്പൊ ഇപ്പൊ നമുക്ക് നല്ല ആഴത്തിൽ പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഗൈസ് കണ്ടു ഗൈസ്, അപ്പൊ ഇനി നമുക്ക് ഈ കോൺക്രീറ്റിന്റെ സ്ഥലമാണ് മൈൻഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് കണ്ടു ഗൈസ്, ഇപ്പൊ നമുക്ക് നല്ല ശക്തി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. കണ്ടു, അപ്പൊ ഇവിടെ നമുക്ക് 10 വിൻസ് കിട്ടും. അപ്പൊ ഞാൻ എന്തെങ്കിലും കളക്ട് ചെയ്തിട്ട് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് നമുക്ക് ഇവിടുന്ന് ആക്സ് മേടിക്കാൻ പറ്റും. അപ്പൊ 15 വിന്ന് കൊടുത്ത് ഈ ആക്സ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് 2 XP വെച്ച് കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അത് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ പോയി ഒന്നുകൂടി ഒന്ന് കുഴിച്ചു നോക്കാം. ഓക്കെ ലേസ്കോ, അവിടെ ഞാൻ അങ്ങനെ കുഴിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം ലേസ്കോ ഗൈസ് കണ്ടു ഗൈസ്, ഇപ്പൊ നമുക്ക് നല്ല ശക്തി ആയിട്ടുണ്ട്. ലേസ്കോ, അപ്പൊ അടുത്ത നമുക്കുള്ള ഗൈസ് ഈ റൂബിയുടെ സ്ഥലമാണ് പൊളിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇതും കൂടി ഒന്ന് പൊളിക്കട്ടെ ഗൈസ്. ലേസ് ഗോ, ഈസി ഇതും കൂടി പൊളിച്ച് നമ്മൾ താഴെത്തുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലാസ്റ്റ് വൺ. ലേസ് ഗൈസ്, അങ്ങനെ നമ്മൾ 25 വിന്ന് അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കുള്ള ഗൈസ് 35 വിന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ 4 XP കിട്ടും. അപ്പൊ അതിനുമുള്ള ഗൈസ് നമുക്ക് ഒന്ന് റീബർത്ത് ചെയ്ത് നോക്കാം. അപ്പൊ റീബർത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ലെവൽ 8 ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഷിൻജാന്റെ അടുത്ത് പോയിട്ട് ഒന്ന് ലെവലപ്പ് ചെയ്യട്ടെ. എടാ ഷിൻജാൻ എന്റെ ബോഡി കണ്ടോ? എടാ ഷിൻജാൻ നീ കണ്ടോ? ഞാൻ നിന്നെ ഇപ്പൊ തോപ്പിക്കും, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ ഷിൻജാൻ, അവസാനം ആകുമ്പോ ഞാൻ നിന്നെ എന്തായാലും തോപ്പിച്ചിരിക്കും. അപ്പൊ ഗൈസ് ഷിൻജാനെ നമുക്ക് തോപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. അതേപോലെ പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒരു സബും കൂടി ചെയ്തേക്കാം. സബ് ചെയ്ത് പോലട്ടെ ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ലെവൽ 10 ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഗൈസ് വേഗം തന്നെ റീബർത്ത് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ റീബർത്ത് ചെയ്തിട്ട് ലെറ്റ്സ് ഗോ. പക്ഷെ ഗൈസ് കണ്ടു, നമ്മൾ വീണ്ടും സ്ലിം ആയിട്ടുണ്ട്. ഓ നോ. അപ്പൊ ഞങ്ങളെ ഗൈസ് ഇവിടെ മാക്സിമം ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് മാക്സിമം സ്ട്രെങ്ത് ആക്കി എടുക്കട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് 3 റീബർത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. കണ്ടു ഗൈസ്, അങ്ങനെയാണ് നമുക്ക് 2 XP വെച്ച് കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ തന്നെ XP കൂട്ടാൻ നോക്കട്ടെ. എന്താ ഞാൻ കളിയാക്കണത്? ഇതേതാണ് ആക്സ്? ഇതാണ് എന്ത് ആക്സോ? ഇത് എന്റെ ആക്സ് ആണ്. ഇത് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഒന്ന് പോയിട്ട് ഷിൻജാൻ, ഞാൻ പോയിട്ട് ആക്സ് ഓടിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ബോഡി കണ്ട ഗൈസ് ഇപ്പൊ നമ്മള് നല്ല സൈസ് ആയിട്ട് കണ്ടു. പക്ഷെ നമ്മളുള്ള ഗൈസ് ഇപ്പോഴും ഷിൻജാന്റെ അത്ര ആയിട്ടില്ല. പക്ഷെ നമ്മൾ എന്തായാലും ആക്കി എടുക്കട്ടെ ഗൈസ്. അപ്പൊ ഷിൻജാന്റെ ആക്സ് ഇതാന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് കണ്ടു ഗൈസ്, ഷിൻജാന് 12 XP വെച്ച് കിട്ടും. അതുകൊണ്ടാണ് ഷിൻജാൻ ഇത്ര പെട്ടെന്ന് വലുതാവണത്. അപ്പൊ നമുക്കുള്ള ഗൈസ് വേഗം തന്നെ ആ ആക്സ് മേടിക്കണം, എന്നാലും നമുക്ക് ഷിൻജാന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കണ്ടു ഗൈസ്, ഇപ്പൊ നമ്മൾ അതൊറ്റടിക്ക് പൊളിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ റൂബിയാന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് ഗോ. അതും നമ്മൾ അങ്ങനെ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇതാണ് പൊളിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഇതൊന്ന് പൊളിച്ചു നോക്കട്ടെ ഗൈസ്. ഓനോ ഗൈസ്, ഇത് ഇത്തിരി സീനാണ്. പക്ഷെ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഏകദേശം 50 ട്രോഫി വരെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാനൊന്ന് നോക്കട്ടെ. ഇതും കൂടി പൊളിച്ച് നമ്മൾ താഴെത്തുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇല്ല ഗൈസ് ഒരെണ്ണം കൂടി ഉണ്ട്. ഇതും കൂടി പൊളിക്കണം. ഇതിന്റെ ഹെൽത്ത് കണ്ട ഗൈസ് 11K ആണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തായാലും അതൊക്കെ പൊളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് കണ്ടു ഗൈസ്, ഇതേരോ ലാവേരിയാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല ഗൈസ് നമുക്ക് 50 വിന്ന് കിട്ടുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ 50 വിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ ആക്സ് മേടിച്ചേക്കാം. ഓക്കെ ഗൈസ്, ആ ആക്സ് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവിടെ വന്നിട്ട് കുറച്ചാരും കൂടി ട്രെയിൻ ചെയ്തേക്കാം. ഒന്നും അല്ല ഷിൻജാൻ, ഞാൻ ഇവിടെ ബോഡി ബിൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. നീ എവിടെ? എവിടെ ഷിൻജാൻ? നീ എവിടെ? എവിടെ ഷിൻജാനെ? ഓ ഷിൻജാനെ, നീ എന്താണ് ഇത്ര
കുഞ്ഞിത്? അത് ടോയ്സ് ഞാൻ റീബർത്ത് ചെയ്തോണ്ടാണ്. പക്ഷേ ഉണ്ടല്ലോ ഞാൻ പെട്ടെന്ന് തന്നെ വലുതാവും. കാണിച്ചായിരുന്നോ? ഡിസ്കോ 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 ഡിസ്കോ. ടോയ്സ് ഞാൻ പറഞ്ഞില്ലേ? എടാ ഷിൻജാനെ നീ എന്തൊരു ഫാസ്റ്റ് ആണ്. അത് ടോയ്സ് സ്കില്ലാണ്. അല്ല ടോയ്സ് നിന്റെ എന്താണ് കുഞ്ഞു തലും വലിയ ശരീരം? എവിടെ ഷിൻജാനെ? ഊനു ഗൈസ് ഷിൻജാൻ പറഞ്ഞ ശരിയാണ്. കണ്ടു ഗൈസ് നമ്മുടെ തല നോക്കിയ ഗൈസ്. ഊനു എടാ ഷിൻജാനെ നീ പറഞ്ഞ ശരിയാണ് ഷിൻജാൻ. അതെന്താണ് അങ്ങനെ എനിക്ക് അറിയില്ലടാ. ടോയോക്സ് ഇതെന്താ അസുഖാന്നാണ് എനിക്ക് തോന്നണത്. അസുഖോ? ഒന്ന് പോയടാ ഷിൻജാനെ. ഇതെന്റെ ബോഡിയാണ്. ഞാൻ പോയിട്ട് ഇവിടെ മൈൻഡ് ചെയ്യട്ടെ. ലേറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് നമുക്ക് ഷിൻജാൻ എങ്ങനെയാണ് വെട്ടിക്കണം? ഓക്കെ അത് ഞാൻ അങ്ങനെ പൊളിച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഓ ഗൈസ് അപ്പൊ നമ്മൾ പെട്ടെന്ന് മൈൻഡ് ചെയ്ത് പോവാണ്ട ഗൈസ്. ഓക്കെ ലേറ്റ്സ് ഗോ. ഓക്കെ അങ്ങനെ നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ മൈൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അല്ല ഗൈസ് നമുക്ക് ഇടല്ലോ ഈ ട്രോഫി കളക്ട് ചെയ്തിട്ട് വേഗം തന്നെ റീബർത്ത് ചെയ്തേക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഷിൻജാൻ മേടിച്ച ആക്സ് മേടിച്ചിട്ട് നമുക്ക് റീബർത്ത് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഞാൻ പോയിട്ടുള്ള ഗൈസ് വേഗം ഒരു 150 ട്രോഫി ആക്കട്ടെ. ഫൈനലി നമ്മുടെ 150 ട്രോഫി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് വേഗം പോയിട്ട് ആ ഷിൻജാൻ ആക്സ് മേടിച്ചേക്കാം. ഓക്കെ ഗൈസ് അത് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. കണ്ടു ഗൈസ്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇനി നമുക്കൊന്ന് റീബർത്ത് ചെയ്തേക്കാം. ഓക്കെ ഗൈസ് അങ്ങനെ ഞാൻ റീബർത്ത് ചെയ്തിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ ഓറാസ് എന്ന് പറഞ്ഞ എന്തോ എബിലിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എക്വിപ്പ് ചെയ്യണമെങ്കിൽ ഗൈസ് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഇല്ല ഗൈസ്. ഓ നമുക്കൊരു 3 റോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊന്ന് റോൾ ചെയ്ത് നോക്കട്ടെ നമുക്ക് ഏത് ഓറയാണ് കിട്ടാൻ നോക്കാം. ഓ നമുക്ക് ബ്ലൂ ഫ്ലെയിം കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ബ്ലൂ ഫ്ലെയിം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതുള്ള ഗൈസ് നമുക്ക് 1.05 വെച്ച് തരുള്ളൂ. അപ്പൊ നമുക്ക് 2 പ്രാവശ്യം കൊണ്ട് സ്കിൻ ചെയ്ത് നോക്കാം. ഏത് കിട്ടും നോക്കാം ഗൈസ്. ഏത് കിട്ടും നോക്കാം. ഉന്നോ ഗൈസ് നമുക്ക് ഗ്രീൻ ഫ്ലെയിം കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ നമുക്ക് 1 വെച്ച് തരുള്ളൂ. ഓക്കെ അപ്പൊ നമ്മുടെ ലാസ്റ്റ് റോൾ ആണ്. ഏത് കിട്ടും നോക്കാം. നല്ലത് കിട്ടിയാൽ മതിയായിരുന്നു. ഓ ഗൈസ് നമുക്ക് റൂൺ എന്ന് പറഞ്ഞ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇതിനുള്ള ഗൈസ് നമുക്ക് 1.35 വെച്ച് തരും. ഓക്കെ ലേറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് കണ്ടു ഗൈസ് ഇപ്പൊ നമുക്ക് പുതിയൊരു എബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഗൈസ് നമുക്ക് ഇനി ഇവിടെയും കൊത്താൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് നമുക്ക് ഒരു റീബർത്തും കൂടി ചെയ്യണം. എന്നാലാണ് നമുക്ക് അവിടെ കൊത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും തൽക്കാലം ഇവിടെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്ക് റീബർത്ത് ചെയ്യണമെങ്കിൽ ഏകദേശം 30 ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് ലെവൽ 30 ആയാലാണ് നമുക്ക് ഇനി റീബർത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ഭയങ്കര എളുപ്പത്തിൽ തന്നെ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ ഞാൻ വേഗം തന്നെ ലെവൽ 30 ആക്കട്ടെ ഗൈസ്. ഫൈനലി നമ്മൾ അങ്ങനെ ലെവൽ 29 ആയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ 30 ആവട്ടെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൈൻഡ് ചെയ്യാൻ പോവാം. എന്നിട്ട് വേണം നമുക്ക് റീബർത്ത് ചെയ്യാനായിട്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ആക്സ് മേടിക്കണം ഗൈസ്. പുതിയ കുറെ ആക്സുകൾ നമുക്ക് മേടിക്കാനുണ്ട്. ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ ലെവൽ 30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് മൈൻഡ് ചെയ്യാൻ പോയി നോക്കാം. ഓക്കെ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്ഥലം ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ 3ാം സ്റ്റേജ് അതും ഞാൻ അങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാം സ്റ്റേജ് ഗൈസ്. ലേറ്റ്സ് ഗോ. ഉന്നു ഗൈസ് ഇത് നമുക്ക് ഒറ്റയടിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതങ്ങനെ മൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തുള്ള ഗൈസ് അടുത്ത് നമുക്ക് ഇത് മൈൻഡ് ചെയ്തേക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്കുള്ള ഗൈസ് ഏകദേശം 100 വിന്ന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് മൈൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് ഇതാണ് തോണ്ട് അവസാനത്തെ സ്റ്റോൺ. നമുക്ക് എന്തായാലും മൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ് കണ്ടു ഗൈസ് നമുക്ക് അങ്ങനെ 100 വിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അത് ഞാൻ അങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഏത് പിക്കാക്സ് ആണ് മേടിക്കേണ്ടത്? ഓക്കെ നമുക്ക് ഇനി ഈ 300 വിന്ന് കൊടുത്ത് 20 സ്ട്രെങ്ത്തിന്റെ പിക്കാക്സ് ആണ് മേടിക്കേണ്ടത്. അതിന് നമുക്ക് 300 വിന്ന് വേനുള്ള ഗൈസ്. ഓ നോ. അപ്പൊ ഞാനുള്ള ഗൈസ് വേഗം പോയിട്ട് 300 വിന്ന് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് റീബർത്ത് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ 300 വിൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് ഈ പിക്കാക്സ് മേടിക്കാൻ പോവാണ്. ലെറ്റ്സ് ഗൈസ് ആ പിക്കാക്സ് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇനി നമുക്ക് റീബർത്ത് ചെയ്തേക്കാം. ഓക്കെ അങ്ങനെ ഞാൻ 3ാമത്തെ റീബർത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടേക്ക് കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് കണ്ടു ഗൈസ് ഇനി നമുക്ക് ഇവിടേക്ക് കയറാൻ പറ്റും. അത് മാത്രമല്ല ഗൈസ് കണ്ടു ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ വലുതായോണ്ടിരിക്കണത്. അതിന് കാരണം ഗൈസ് നമ്മുടെ ആക്സും അതേപോലെ തന്നെ നമ്മുടെ ട്രെയിൽസ് ഉള്ള ഗൈസ് നമ്മുടെ ഓറ ട്രെയിൽസ് ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വലുതാവണത്. അപ്പൊ നമ്മളുള്ള ഗൈസ് ഷിൻജാനെ എന്തായാലും തോപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അടുത്ത റീബർത്ത് ചെയ്യാനായിട്ട് ഏകദേശം നമ്മൾ 40 ലെവൽ ആവണം. അപ്പൊ നമുക്ക് എന്തായാലും 40 ലെവൽ ആക്കാൻ നോക്കട്ടെ ഗൈസ്. അല്ല ഗൈസ് ഷിൻജാനെ കാണാനില്ല. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഷിൻജാൻ കുഴിച്ച് അടിയിലെത്തിന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ ഷിൻജാൻ ജയിച്ച ഗൈസ് എനിക്കറിയില്ല ഗൈസ്. ഐ ഡോണ്ട് നോ. അപ്പൊ നമുക്ക് എന്തായാലും ഗൈസ് വേഗം ലെവൽ 40 ആയിട്ടൊന്ന് കുഴിച്ചു പോയി നോക്കാം. ഇത് കണ്ടു എന്താണ് ഷിൻജാനെ എന്റെ കയ്യിൽ കണ്ടു ടോയ്സ് പുതിയ ആക്സ്. നോ ഗൈസ് അപ്പൊ ഷിൻജാൻ 600 ആക്സ് മേടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ടോയ്സ് ഞാൻ മേടിച്ചു. ഇവിടെ ഷിൻജാൻ ഇങ്ങനെ പോയി നീ എന്തായാലും തോപ്പിക്കുമല്ലോ. എന്ത് ചോദ്യം ടോയ്സ് ഇത്? ഞാൻ ഓൾറെഡി നിന്നെ തോപ്പിച്ചു കഴിഞ്ഞു. കണ്ടു ഇപ്പൊ ഞാൻ ടോയ്സ് നിന്നെക്കാളും ഭയങ്കര സ്ട്രോങ് ആണ്. അല്ലട ഷിൻജാൻ നീ എന്റെ അത്ര സ്ട്രോങ് ഒന്നല്ല. ഒന്ന് പോയി ടോയ്സ് ബെറ്റിനുണ്ടോ? ആടെ ഷിൻജാൻ ബെറ്റിനുണ്ട്. അല്ലെങ്കിൽ വേണ്ട ടോയ്സ് എന്റെ പൈസ ഇല്ല. നമുക്കൊരു മാച്ച് വെച്ചേക്കാം. ഓക്കെ ഷിൻജാൻ ഞാൻ റെഡി. അപ്പൊ മത്സരം എന്താന്ന് വെച്ചാൽ ടോയ്സ് അങ്ങോട്ട് മാറിയിരിക്കും. നിന്റെ മോന്തി ബോഡി കാണുമ്പോ എനിക്ക് ചിരി വരുന്നേ. എന്താണ് ഷിൻജാൻ അത്ര ചിരി വരുന്നുണ്ടോ? ആടെ ഷിൻജാൻ എനിക്കും ചിരി വരുന്നുണ്ട്. അതാണ് ടോയ്സ് ഞാൻ പറഞ്ഞ അങ്ങനെ നീങ്ങിക്കാനായിട്ട്. ഇല്ല ഷിൻജാൻ ഞാൻ നീങ്ങിക്കില്ല. നീ വേണമെങ്കിൽ പറഞ്ഞാ മതി. ആരാ ടോയ്സ്? ഓക്കെ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് വെച്ചാ ഇവിടെ മൈൻഡ് ചെയ്ത് ആരാണ് ഏറ്റവും എത്തണത് അവനാണ് ജയിക്കാൻ പോണത്. ആടെ ഷിൻജാൻ ഞാൻ റെഡി. ഓക്കെ അപ്പൊ ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാണ്. 3 2 1 ലെറ്റ്സ് ഗോ. ടോയ്സ് നീ
കള്ളക്കളി. ഇല്ലടാ ഷിൻചാൻ, നീ 3 എണ്ണിപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അല്ല ടോയ്സ്, നീ കള്ളക്കളിയാണ്. ഞാൻ സമ്മതിക്കൂല. ഒന്ന് പോയടാ ഷിൻചാൻ, അവിടെ നിന്ന് ഞാനാണ് ജയിക്കാൻ പോണത്. നോക്കിയിരുന്നോ ടോയ്സ്. ഊനു ഗൈസ്, ഷിൻചാൻ താഴോട്ട് പോണേ. ഊനു, അപ്പൊ ഇന്നും ഷിൻചാൻ ജയിച്ചു എന്നാണ് എനിക്ക് തോന്നണത്. എടാ ഷിൻചാനെ, നീ എവിടെയാണ്? ഞാനൊക്കെ താഴെ എത്തി ടോയ്സ്. ഞാനിവിടെ നിന്നെ നോക്കി ഇവിടെ ഇരിക്കാണ്. നീ എന്താണ് വരാത്തത്? തോന്നു ഗൈസ്, അപ്പൊ ഷിൻചാൻ ഇന്നും നമ്മൾ തോപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഊനു, അപ്പൊ ഞാൻ എന്തായാലും താഴോട്ടൊന്ന് വേഗം കുഴിച്ച് പോട്ടെ ഗൈസ്. ഊനു ഗൈസ്, കണ്ടു ഈ റോക്കിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഏകദേശം 1.50 മില്യൺ ആണ്. അപ്പൊ ഷിൻചാനൊക്കെ ഓൾറെഡി താഴെ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കാനുള്ള ഗൈസ്, ഷിൻചാൻ നല്ല അടിപൊളി ആക്സ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും ഇത് കുഴിച്ചൊന്ന് പോയി നോക്കട്ടെ. നമുക്ക് അവിടുന്ന് എത്ര ട്രോഫിയാണ് കിട്ടാൻ നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഗൈസ്, നമുക്ക് 200 ട്രോഫി കിട്ടുന്ന എനിക്ക് തോന്നണത്. നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനൽ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ടോയ്സ്, എത്ര നേരം ഞാൻ നിന്നെ നോക്കിക്കണത്. എടോ ഷിൻചാൻ, എന്റെ ആക്സ് ഭയങ്കര മോശാണ്, അതുകൊണ്ടാണ് ഇന്ന് നീ ജയിച്ചത്. അതൊന്നും പറഞ്ഞ പറ്റില്ല ടോയ്സ്. ഇപ്പൊ ഞാനാണ് ജയിച്ചത്. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മളങ്ങനെ ടോയോക്സിനെ വെട്ടിച്ചേ. ലെറ്റ്സ് ഗോ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ടോയോക്സിന്റെ തലയും ശരീരം കണ്ടിട്ട് ചിരി വരുന്നെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്തൊരു ചാലഞ്ച് ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.